ഇന്ന് അബി ഒരു ചായ നല്ല അടിപൊളി ചായ കിട്ടുന്ന പറഞ്ഞിട്ട് ഞാൻ ആ ചായ കുടിക്കാൻ വേണ്ടി വന്നാട്ടാ. ഇതാണ് അബി. റെജി അവിടെ വന്ന് ഇവരെ എല്ലാവരും രാവിലെ തന്നെ ചായ കുടിക്കുന്നുണ്ട്. സൂപ്പർ ചായ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നുള്ളത്. ഇത് എവിടെ വരുന്ന വെച്ചാൽ അത് പൊന്നാനി കോടതിപ്പടി കണ്ട ബോർഡ്. ഈ കോടതിപ്പടി ബോർഡിൻ്റെ നേരെ മുന്നിൽ ഈ കട. എനിക്ക് ഇഷ്ടമല്ല ഒന്നാമത് ഈ സാധനം. നോക്കാം, ഇവിടെ മുട്ടപ്പത്തിൽ മാത്രമേ ഉള്ളൂ അബിയെ, ബീഫില്ല അല്ലേ? പക്ഷെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അല്ലേ? ഞാൻ ചായ ഫസ്റ്റ് പറഞ്ഞ ചായ എനിക്ക് നോർമൽ ചായ, പിന്നെ ഞാൻ ഇന്ത്യൻ ചായ പറഞ്ഞ സ്ട്രോങ്, അത് ഓക്കെ മുട്ടപ്പത്തിൽ ആദ്യം പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. മുട്ടപ്പത്തിൽ ഇഷ്ടമുള്ളവരുണ്ടാവില്ല, ഇഷ്ടമില്ല നോക്കണ്ടല്ലോ. ഈ സാധനം ഇഷ്ടമല്ല, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ പറയാൻ എനിക്കറിയില്ല. അങ്ങനെ സാധനം വീട്ടിലേക്കൊക്കെ വരണ്ട. ചായ കൊള്ളാം, ചായ നമ്മുടെ ചായ പറഞ്ഞാൽ ആ ചായ ഉണ്ടാക്കി ഇത് നല്ല വൈബിള പോലെ അതെ. നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. മുട്ടപ്പത്തിന് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്, ഇവർക്കൊക്കെ ഇഷ്ടമായിരിക്കണം. പക്ഷെ എനിക്കെന്താ ഇതിൻ്റെ ഒരു ഗുട്ടൻസ് അറിയാത്തതുകൊണ്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റാത്തത്. മൻസൂർക്ക, മുട്ടപ്പത്തിന് എന്താ പാട്? അപ്പോൾ കഴിച്ചവർക്കൊക്കെ ഇത് നല്ലതാന്നാ പറയണത്. അപ്പൊ ചായക്കട ഞാൻ എന്താ അവിടുന്ന് പറയാന്ന് വെച്ചാൽ, എനിക്ക് മുട്ടപ്പത്തിരി എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു സാധനം എന്നല്ല. പക്ഷേ എന്താണ്, ഞാൻ ജസ്റ്റ് കഴിച്ചു നോക്കി എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവിടുന്ന് എല്ലായിടത്തും കഴിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിന് യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് പറയാൻ അറിയില്ല. ചോദിച്ചവരോടൊക്കെ അവർക്കൊക്കെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. പിന്നെ മുട്ടപ്പത്തിരിയാണ് അവിടെ ഉള്ളത് രാവിലെ. പിന്നെ ചായ മുമ്പിൽ പറഞ്ഞാൽ അതുപോലത്തെ ചായ ഉണ്ടാക്കി തരുന്നുണ്ട്. നല്ലൊരു ചായയാണ്. എനിക്ക് ഫസ്റ്റ് ചായ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഒരു ചായ എന്നേ പറഞ്ഞുള്ളൂ. പിന്നെ രണ്ടാമത് ഞാൻ സ്ട്രോങ് ഇട്ട ഒരു ഇതിൽ ഞാനൊരു ചായ പറഞ്ഞു. എനിക്ക് അതേപോലത്തെ ഒരു ചായ ഉണ്ടാക്കി തന്നെ. പിന്നെ രാവിലെ അവിടെ ഇരിക്കാനും അവിടെ കുടിക്കാനൊക്കെ നല്ല വൈബ് സ്ഥലമാണ്. അവിടുത്തെ പൊന്നാനിയുടെ ആ പഴയ ബിൽഡിങ്ങും അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമാണ്. ഒരു വാപ്പിയും മക്കളോ ഒക്കെ കുടിച്ച് നടത്തുന്ന ഒരു ചെറിയ കടയാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ ഈ വഴി വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. മുട്ടപ്പത്തിരി ഇഷ്ടമുള്ളവർക്കൊക്കെ വന്ന് മുട്ടപ്പത്തിരി കഴിക്കാം. അപ്പോൾ അതിനുള്ള ടേസ്റ്റുള്ള മുട്ടപ്പത്തിരാന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.